സ്വന്തം കുഞ്ഞുങ്ങളെ സ്വന്തം കൈകളാൽ തന്നെ നദിയിലേക്ക് ഒഴുക്കിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് സാധാരണ ഒരു കഥയല്ല. ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും ദുഃഖകരമായ ഒരു രഹസ്യകഥയാണ്. ഈ കഥയുടെ കേന്ദ്രത്തിൽ ഒരു ദിവ്യദേവിയുണ്ട്. അവൾ ഗംഗ. പണ്ടുകാലത്ത് ഹസ്തിനാപുരത്തിന്റെ മഹാരാജാവായിരുന്നു ശന്തനു. ഒരു ദിവസം അവൻ ഗംഗാനദിയുടെ തീരത്ത് നടക്കുമ്പോൾ അവൻ ഒരു അത്ഭുത സുന്ദരിയെ കണ്ടു. നദിയുടെ വെള്ളത്തിൽ നിന്നുയർന്ന് ദിവ്യപ്രകാശത്തോടെ നിൽക്കുന്ന ആ സ്ത്രീ മറ്റാരുമല്ല, ഗംഗാദേവി തന്നെയായിരുന്നു. ഗംഗയുടെ സൗന്ദര്യത്തിൽ ശന്തനു പൂർണ്ണമായി ആകർഷിതനായി. അവളോട് വിവാഹം ചോദിച്ചു. ഗംഗ ഒരു നിബന്ധന വെച്ചു. എന്തു ചെയ്താലും അവളോട് ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ആ വാഗ്ദാനം നൽകിയ ശേഷം ശന്തനു ഗംഗയെ വിവാഹം ചെയ്തു. കുറച്ചു കാലത്തിനു ശേഷം അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. രാജാവിന് അത്യന്തം സന്തോഷം. പക്ഷേ ആ രാത്രി ഗംഗ കുഞ്ഞിനെ എടുത്ത് നദിയിലേക്ക് നടന്നു. അവൾ സ്വന്തം കുഞ്ഞിനെ ഗംഗാനദിയിലേക്ക് ഒഴുക്കി. രാജാവ് ഞെട്ടിപ്പോയി. പക്ഷേ അവൻ വാഗ്ദാനം ചെയ്തതിനാൽ ഒന്നും ചോദിച്ചില്ല. വർഷങ്ങൾ കടന്നു. വീണ്ടും കുഞ്ഞ് ജനിച്ചു. വീണ്ടും ഗംഗ അതേ കാര്യം ചെയ്തു. ഒരു കുഞ്ഞ്, 2 കുഞ്ഞ്, 3, ഇങ്ങനെ 7 കുഞ്ഞുങ്ങളെ ഗംഗ നദിയിലേക്ക് ഒഴുക്കി. 8ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഗംഗ വീണ്ടും കുഞ്ഞിനെ എടുത്ത് നദിയിലേക്ക് നടന്നു. ഇത്തവണ ശന്തനുവിന് സഹിക്കാനായില്ല. അവൻ ഗംഗയെ തടഞ്ഞു. അവൻ ചോദിച്ചു, നീ എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്? അപ്പോൾ ഗംഗ തന്റെ യഥാർത്ഥ രഹസ്യം പറഞ്ഞു. ആ കുഞ്ഞുങ്ങൾ സാധാരണ മനുഷ്യരായിരുന്നില്ല. അവർ സ്വർഗത്തിൽ നിന്നുള്ള 8 ദിവ്യ ജീവികളായിരുന്നു. അവരെ വസുക്കൾ എന്ന് വിളിക്കുന്നു. ഒരു ശാപം കാരണം അവർ മനുഷ്യരായി ജനിക്കേണ്ടി വന്നു. ആ ശാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ഗംഗ അവരെ വേഗത്തിൽ ഭൂമിയിൽ നിന്ന് വിടുതൽ നൽകി. പക്ഷേ 8ാമത്തെ കുഞ്ഞ്, അവനാണ് മഹാഭാരതത്തിലെ ഏറ്റവും മഹത്തായ യോദ്ധാവ്. അവന്റെ പേര് ദേവവ്രത അഥവാ ഭീഷ്മൻ.